റിപ്പോർട്ടർ കെ വേണുഗോപാൽ. അടിമുടി കലാകാരനായിരുന്നു അയാൾ. പാട്ടോ കൊട്ടോ ആട്ടമോ അനുകരണമോ കലാരൂപം ഏതായാലും കയ്യടി നേടാൻ അസാമാന്യ വിരുതുള്ള ഒരു കുട്ടനാട്ടുകാരൻ. സകല കലയോടും ചേർന്നൊഴുകുന്നതിനിടയിലും സഹൃദയത്വമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര. മലയാളം കണ്ട എക്കാലത്തെയും വലിയ പ്രതിഭകളിൽ ഭൂരിഭാഗവും വലിപ്പച്ചെറുപ്പമില്ലാതെ ആ ഇളമുറക്കാരന്റെ സർഗ സഹവാസത്തിനായി തമ്പടിച്ചു. അരങ്ങും അണിയറയും ഒരുപോലെ വഴങ്ങുമ്പോഴും പ്രൊഫഷണൽ വഴിയിൽ കാലം ആദ്യം അദ്ദേഹത്തിന് സമ്മാനിച്ചത് പത്രപ്രവർത്തകന്റെ കുപ്പായം. റിപ്പോർട്ടർ കെ വേണുഗോപാൽ. എത്രയോ പേരുടെ കലാവഴികളിൽ തൂലികയേന്തിയവന്റെ പേര് പിന്നീട് എത്രയോ തലമുറകൾ എത്രയോ വട്ടം അച്ചടിച്ചു. മാധ്യമമേതായാലും അഭിനയ തികവിന്റെ കൊടുമുടിയേറ്റങ്ങൾ അനായാസം സാധ്യമാക്കിയ സമാനതകളില്ലാത്ത ബഹുമുഖ പ്രതിഭ. ഓർമ്മയിലെന്നും നെടുമുടി വേണു. വേണുചേട്ടന്റെ ഓർമ്മകളുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഒരു ബഹുമുഖ പ്രതിഭയാണ്. ബഹുമുഖ പ്രതിഭ എന്ന് പലരെയും നമ്മൾ വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും ചിലർക്ക് ഈ പേര് ഇണങ്ങുന്നത് പോലെ മറ്റു ചിലർക്കും ആ പേര് ഇണങ്ങാറില്ല. അഭിനേതാവാണ്, അധ്യാപകനാണ്, അവതാരകനാണ്. ഏത് വേദിയിൽ ഏത് റോളിൽ കൊണ്ടുചെന്ന് നിർത്തിയാലും അദ്ദേഹം ആ വേദി കൈയടക്കും, കീഴടക്കും. അങ്ങനെ പതിറ്റാണ്ടുകളായി മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകം. ഏറ്റവും പുതിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളോടും കൂട്ടുകൂടി നിൽക്കുന്ന സരസമായ സംഭാഷണത്തിനുടമയായ ആ അഭിനേതാവിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജഗദീഷ്. നമസ്കാരം ജഗദീഷ് ചേട്ടാ. നമസ്കാരം. ജഗദീഷ് ചേട്ടൻ ആദ്യമായിട്ട് വരുന്നത് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ആ കാലത്തെയും ഈ കാലത്തെയും അത്ഭുതമായി മാറിയിട്ടുള്ള മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. അതെ. തൊട്ടടുത്ത സിനിമ മുതൽ മറ്റൊരു അത്ഭുതം ഒരുപാട് ചിത്രങ്ങളിൽ ജഗദീഷ് ചേട്ടനോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ ചിത്രത്തിന്റെ ടൈറ്റിൽ ക്യാരക്ടർ മുതൽ ഒരുപാട് സിനിമകൾ തുടർച്ചയായി ജഗദീഷ് ചേട്ടനോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് പ്രിയപ്പെട്ട വേണുചേട്ടൻ, അല്ലേ? അതിനെക്കുറിച്ച് രമേശ് പറയട്ടെ. ജഗദീഷിനെ ജഗദീഷ് ആക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്രതിഭയുടെ ഓർമ്മകളാണ് ഇന്നിവിടെ നമ്മൾ പങ്കുവയ്ക്കാൻ പോകും. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഇതൊരു നന്ദിയുടെയും കടപ്പാടിൻ്റെയും ഒക്കെ ആ കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരം, അതിന് പ്രത്യേക നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. എത്രയോ അധികം പടങ്ങൾ ഇപ്പം ഈ ജഗദീഷ് ചേട്ടനെ പറ്റി ഞാനിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞത് ഒരു ബഹുമുഖ പ്രതിഭ എന്ന് നമുക്ക് പറയാം. ഒന്ന് ഒരു പ്രൊഫഷണൽ അധ്യാപകനാണ്, അവിടുന്ന് വരുന്നു. പിന്നെ അവതാരകനായി ജഗദീഷ് ചേട്ടനെ നമുക്ക് കൊണ്ടു നിർത്താം, പാട്ടുകാരനായിട്ട് നമുക്ക് ജഗദീഷ് ചേട്ടനെ കൊണ്ടു നിർത്താം, അഭിനേതാവായിട്ട് കൊണ്ടു നിർത്താം. ഒരുപക്ഷെ ഞാൻ വേണുചേട്ടന് കണ്ടിട്ടുള്ള ഒരു സവിശേഷത ഇത് തന്നെയാണ്. വേണുചേട്ടൻ പല സംഘങ്ങളിലുണ്ട്. ചില നാടൻ പാട്ടും കാര്യങ്ങളൊക്കെ പാടുന്ന സംഘത്തിലുണ്ടാകും. ചില ടെലിവിഷൻ പരിപാടികളുടെ അവതാരകനായിട്ട് വേണുചേട്ടനെ കണ്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പം വേണുചേട്ടനോടൊപ്പം വേണുചേട്ടൻ എന്ന് പറയുന്നത് ബഹുമുഖ പ്രതിഭ. അതെ. ജഗദീഷ് എന്ന് പറയുന്നത് ഒരു ബഹുമുഖ പ്രതിഭ. ബഹുമുഖ അങ്ങനെ കണക്കാക്കണം. ആ സ്കെയിൽ എന്ന് പറയുന്നത് വേണുചേട്ടൻ ഈ പറഞ്ഞ പോലെ ജേർണലിസ്റ്റ് ആയിരുന്നു. അതെ. മൃദംഗം, പിന്നെ താളവുമായി ബന്ധപ്പെട്ട ഏത് ഇൻസ്ട്രുമെന്റും നന്നായിട്ട് വായിക്കും. അതിന് ഇൻസ്ട്രുമെന്റ് വേണമെന്നില്ല, മേശപ്പുറത്താണെങ്കിലും കണ്ടിട്ടുണ്ട്, വായിക്കും ഗംഭീരമായിട്ട്. പിന്നെ നന്നായിട്ട് പ്രസംഗിക്കും, നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കും, നന്നായിട്ട് അഭിനയിക്കും, സംവിധാനം ചെയ്തിട്ടുണ്ട്, സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താ വേണ്ട? സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. നാടകത്തില് അതുല്യനായിട്ടുള്ള കലാകാരനാണ്. ഇനി നമ്മൾ ഇപ്പൊ നാടകവും സിനിമയും തമ്മിൽ അതിന്റെ അഭിനയത്തിലും പ്രവൃത്തികളിലൊക്കെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ പിന്നീട് ടെലിവിഷൻ വന്നപ്പം ടെലിവിഷന്റെയും സിനിമയുടെയും അഭിനയത്തിന് വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നവരുണ്ട്. ടെലിവിഷനിലും വേണുചേട്ടൻ എത്രയോ വലിയ പരമ്പരകളിലും, അത് ദൂരദർശന്റെ കാലം മുതലുള്ള പരമ്പരകളിൽ ഒന്നിച്ചുണ്ട്, അല്ലേ? അത് കേരളത്തിലെ ആദ്യത്തെ TV സീരിയൽ സംവിധാനം ചെയ്തത് നെടുമുടി വേണുചേട്ടനാണ്. ഒരു കാര്യം മാത്രം പറയാം രമേശ്, ഓരോ ദിവസവും എന്നെപ്പോലുള്ള നടന്മാർക്ക് ഇനിയും ബഹുദൂരം പോകാനുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭയാണ് നെടുമുടി വേണു. ഒന്നുമല്ല അച്ചീവ് ചെയ്തത്, ഒന്നുമല്ല. നമ്മളിനിപ്പോൾ കുറച്ച് അവാർഡുകളൊക്കെ ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്, സന്തോഷം. പക്ഷേ അദ്ദേഹത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ആ റേഞ്ചിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒന്നുമല്ല എന്ന് ഓരോ ദിവസവും, അത് അതിവിനയം കൊണ്ട് പറയല്ല, അല്ലല്ല, സത്യസന്ധമായിട്ട് പറയാണ്. ഒരു കഥാപാത്രം, അച്ഛൻ, പള്ളിയിൽ അച്ഛൻ അവതരിപ്പിക്കുമ്പോൾ എത്രയോ അച്ഛന്മാർ, ഒരു അച്ഛനും വേറൊരു അച്ഛനുമായിട്ട് സാമ്യമുണ്ടോ? ഇല്ല. എത്രയോ നല്ല ഷോളൊക്കെ ഇട്ട് വല്ല തറവാട്ടിലൊക്കെ വന്നിരുന്ന് സംഗീതജ്ഞനായിട്ട് വരുമ്പോൾ അങ്ങനെ വീണ്ടും ചില വീട്ടുകാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു പല കഥാപാത്രങ്ങളിൽ പക്ക ലോക്കലായി ഏറ്റവും വിവരമുള്ള ആളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പണ്ഡിതനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും വിവരമില്ലാത്ത ആള് കമലദളം
ആ കലാമണ്ഡലം. ചെറിയ സീന ഉള്ളെങ്കിലും അതിലും അദ്ദേഹം ഗംഭീരമുണ്ട്. പിന്നെ അദ്ദേഹം ഒരു രാജഗുരുവായിട്ട് വന്നാ ഓക്കെ, മഹാരാജാവായിട്ട് വന്നാ ഓക്കെ, മഹാരാജാവിന്റെ അവിടെ ഏറ്റവും ചെറിയൊരു സേനാനിയായിട്ട് വന്നാലും. ഞാന് വേണുചേട്ടനോട് ഈ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചില കഥാപാത്രങ്ങളെയും ഇപ്പം വലിയ സർഗത്തിലെ കഥാപാത്രം ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം മനസ്സിനക്കരെ എന്ന് പറയുന്ന ചിത്രത്തിൽ അദ്ദേഹം ഒരു ലോറി ഡ്രൈവറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ക്ലൈമാക്സ് സീനിൽ വീട് വീതം വെക്കുന്ന ഒരു രംഗം വന്നപ്പോ എല്ലാവരും കൂടി ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതിനിടയിൽ വേണുചേട്ടൻ പെട്ടെന്ന് കയറുന്ന എന്തോ ഡയലോഗ് പറയുമ്പം, കാര്യം നിങ്ങളുടെ അത്ര പഠിപ്പും വിവരമൊന്നും എനിക്കില്ല, പക്ഷേ ലോകപരിചയം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ലോകപരിചയം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കാരണം ഈ കഥാപാത്രം ലോറി ഡ്രൈവറാ. ഞാൻ പിന്നീട് അദ്ദേഹത്തെ കണ്ടപ്പോ ചോദിച്ചു, വേണുചേട്ടാ അത് തിരക്കഥയിൽ എഴുതിയിട്ടുണ്ടോ? കാരണം ലോറി ഡ്രൈവറാണ് ഈ കഥാപാത്രം. അയാളുടെ ലോകപരിചയത്തിന് കൈ ഇങ്ങനെ കറക്കണം എന്ന് എഴുതി കഴിഞ്ഞപ്പോ, ഇല്ല, അത് ഞാനൊരു ലോറി ഡ്രൈവർ ആണെന്നുള്ള ബോധ്യത്തിൽ ഞാൻ അപ്പം അങ്ങനെ ചെയ്തതാണെന്ന് പറഞ്ഞു. ഒരു വശത്ത് ഹിസൈനസ് അബ്ദുള്ളയിലെ മഹാരാജാവിനെ പോലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നു, വേറെ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ പോലെയുള്ള സമൂഹത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചാട്ടുളി ഗോവിന്ദനെ പോലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നു. അപ്പോഴുള്ള ശരീരഭാഷയും എല്ലാം ഇങ്ങനെയൊക്കെ കാണിച്ച് വർത്താനം പറയുന്നതൊക്കെ അല്ല, പ്രേമത്തിന്റെ ഒരു കോൺട്രാസ്റ്റ് വേണുചേട്ടൻ അവതരിപ്പിച്ചിട്ടുള്ള രീതിയിൽ ലോകത്താരും അവതരിപ്പിച്ചിട്ടില്ല. കാരണം ഒന്ന്, പ്രേമത്തിന് കൊടപിടിച്ചു കൊടുക്കുന്ന തകരയ്ക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്ന ചെല്ലപ്പനാശാരി. വേറൊന്ന്, രചനയിൽ പ്രേമിക്കുന്നു പാവത്താനാണ്. ഒരു ഏറ്റവും സാധുവായിട്ടുള്ള തകരയേക്കാളും സാധുവായിട്ടുള്ള മനുഷ്യനാണ് രചനയിലെ കഥാനായകൻ. നെടുമുടി വേണുചേട്ടൻ എല്ലാം വിദ്യാമയമായിട്ടുള്ള ആ സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ അത് അഭിനയമായിരുന്നു എന്ന് അറിയുമ്പോൾ വേണുചേട്ടൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. വിട പറയും മുംബൈയില് ഡൈയിങ് പേഷ്യന്റ് സേവിയർ. ഇതൊക്കെ അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് കഥാപാത്രങ്ങൾ, എത്രയോ സിനിമകള് വില്ലനായിട്ട് നമ്മൾ വന്ദനം പോലെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളുടെ പ്രസക്തി ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ കഥാപാത്രങ്ങൾ ചെയ്യാൻ ഇന്ന് സംവിധായകർ പറയും വേണുചേട്ടനില്ല. പിന്നെ വേണുചേട്ടനൊക്കെ ഇല്ലാതെ വരുമ്പോ അത്ര ഇഷ്ടത്തോടെ അല്ലെങ്കിൽ നമ്മളെയൊക്കെ ഇടേണ്ടി വരുന്നുണ്ട്. അതിന്റെ ഒരു സംവിധായകനുണ്ട്. വേണുചേട്ടനെ കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ആ ഓർമ്മകളിലൂടെ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. ചേട്ടാ, ഓക്കെ. മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ചിത്രത്തിൽ ജഗദീഷേട്ടൻ ഒരു ചെറിയ വേഷമാണ്. ഒന്നര സീനുള്ള വേഷം. കാരണം വെച്ചാൽ അതിന് ഒരു സീനായിരുന്നു, അതിൽ അര സീനും കൂടെ കൂട്ടാൻ കാരണം എന്ന് വെച്ചാൽ ടിക്കറ്റ് കൊടുക്കുന്ന ഈ ക്യാമറ അനൗൺസർ ഒരാൾ, ടിക്കറ്റ് കൊടുക്കുന്നത് വേറൊരാളായിരുന്നു. അപ്പോൾ ഈ റിഹേഴ്സൽ കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ടിക്കറ്റ് കൊടുക്കുന്നതും കൂടെ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ലെങ്ത് തരാവുന്ന രഘുനാഥ് പലേരിക്കും ജിജോയ്ക്കും രാജീവ് കുമാറിന് അസോസിയേറ്റ് അവർക്ക് തോന്നി. അപ്പോൾ അവർ പറഞ്ഞു ടിക്കറ്റ് കൊടുക്കുന്ന ആളായിട്ട് വെച്ചിരുന്നത് അവിടെ നവോദയയിലുള്ള ഒരു ആർട്ടിസ്റ്റൊന്നുമല്ല, അപ്പം അതും കൂടെ ജഗദീഷ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ 1.5 സീൻ. അതൊരു നീണ്ട സിനിമാ ജീവിതത്തിലേക്കുള്ള ടിക്കറ്റാണ് അന്ന് ജഗദീഷേട്ടന് കിട്ടുന്നത്. തൊട്ടടുത്ത സിനിമ മുതൽ വേണുചേട്ടൻ ഉൾപ്പെടെയുള്ള ഒരു നിര കലാകാരന്മാരുടെ പ്രതിഭാധനരായിട്ടുള്ള ആർട്ടിസ്റ്റുകളുമായിട്ടുള്ള ഗിവ് ആൻഡ് ടേക്കുകളിലാണ് പിന്നീട് ജഗദീഷേട്ടൻ എന്നുള്ള കലാകാരൻ വരുന്നത്. രണ്ടാമത്തെ സിനിമയിൽ തന്നെ വേണുചേട്ടനുണ്ട്. ആ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ജഗദീഷേട്ടൻ അന്ന് ഈ വേണുചേട്ടനൊക്കെ പരിചയമുണ്ടോ? അന്ന് പരിചയമുണ്ടോ എന്ന് ചോദിച്ചിരുന്നാൽ വേണുചേട്ടൻ ആദ്യമായിട്ട് കാണുന്നത് NSS വിമൻസ് കോളേജ് തിരുവനന്തപുരം, അവിടെ വെച്ചാണ്. എൻ്റെ സഹോദരി അവിടുത്തെ പ്രിൻസിപ്പലായിരുന്നു. അന്ന് മാർവേൻസ് കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ അന്ന് തിരുമ്പി വന്താൻ തമ്പി എന്ന നാടകമായിട്ട്, വിമൻസ് കോളേജല്ലേ വന്താൻ തമ്പി, അതെ, ജി ശങ്കരപ്പിള്ള സാർ എഴുതിയ നാടകമാണ്. കോമഡിയുള്ള വേലുത്തമ്പി പപ്പുത്തമ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സറ്റയറാണ്. അത് അവതരിപ്പിക്കാൻ ഞങ്ങൾ വിമൻസ് കോളേജിൽ പോയി. വിമൻസ് കോളേജിൽ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു കൂടുതൽ സന്തോഷം ഉണ്ടാവില്ല. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു നൃത്ത പരിപാടിക്ക് മൃദംഗം വായിക്കാനായിട്ട് വന്നത് വേണുചേട്ടനായിരുന്നു. കാവാലം സാറിൻ്റെ റിലേറ്റീവായിട്ടുള്ള ഒരു വിദ്യാർത്ഥിനി. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഫേവർ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ അതൊരു ഡ്യൂട്ടിയാണെന്ന് വിചാരിച്ച് കാവാലം സാറിൻ്റെ റിലേറ്റീവിന് വേണ്ടി വന്ന് അവിടെ മൃദംഗം വായിച്ച വേണുചേട്ടനായിരുന്നു. അന്ന് പരിചയപ്പെട്ടു. അന്ന് കൂടുതലൊന്നും അറിയില്ല. തിരുമ്പിയോന്താൻ തമ്പി അന്നേ എല്ലാവരുടെ ഇടയിലും ഫേമസ് ആണ് ആ നാടകം, കാവാലം സാറിൻ്റെ സംവിധാനത്തിലുള്ള. അന്ന് എന്താ ഇതുവരെയുള്ള മുടി, നല്ല താടി, കണ്ടാൽ എല്ലാവരും ഒന്ന് നോക്കും. വേണുചേട്ടൻ്റെ അന്നത്തെ, ഇന്ന് വളരെ സ്റ്റൈലായിട്ട് താടി വളർത്തിക്കൊണ്ടിരുന്നവരൊക്കെ അന്നത്തെ വേണുചേട്ടൻ്റെ സ്റ്റൈല് ഇന്നത്തെ പോലെ തന്നെ വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു ശൈലിയായിരുന്നു അന്ന് അവിടെ ഇരുന്ന്. അപ്പോൾ നമുക്ക് തന്നെ താല്പര്യം. ഞാൻ പറഞ്ഞു തിരുമ്പിയോന്താൻ തമ്പി കേട്ടിട്ടുണ്ട്. കാരണം എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു M.Com ഇവിടെ പഠിക്കുന്നു. ഓക്കെ, അങ്ങനെ പറഞ്ഞൊരു ഓർമ്മയുണ്ട്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഓർഡർ നമ്മളറിയാം, മെറിലാൻഡ് സ്റ്റുഡിയോയിൽ വെച്ചാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഞാൻ ഒരു സ്വപ്ന ലോകത്തിലായിപ്പോയി. കാരണം വെച്ചാൽ വേണുചേട്ടൻ അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ,
പൂച്ചക്കൊരു മൂക്കുത്തിയും സൂപ്പർ ഹിറ്റായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ 100th ഡേ സെലിബ്രേഷന് ഞാൻ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. അവിടെ വെച്ച് എനിക്ക് വേണുചേട്ടനായിട്ട് സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. മാറി നിന്നു, കണ്ടു. ഇങ്ങനെ ഒരുമിച്ച് അഭിനയിക്കാൻ അവസരം കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഓർഡർ തമ്മാവ് ആളറിയാമല്ലോ, ആദ്യം എനിക്ക് വെച്ചിരുന്ന ഒരു 3 സീനുള്ള ഒരു ഹിന്ദി മാഷിൻ്റെ വേഷമാണ്. ജഗതി ചേട്ടന് വെച്ചിരുന്ന വേഷമാണ്. ജഗതി ചേട്ടന് ഡേറ്റ് ക്ലാഷ് ആയതുകൊണ്ട് ഭാഗ്യവശാൽ എനിക്ക് പ്രൊമോഷൻ കിട്ടി. അങ്ങനെ കോര എന്ന് പറയുന്ന കഥാപാത്രം എനിക്ക് കിട്ടി. വേണുചേട്ടനെ കാണുന്നു. വേണുചേട്ടനെ കാണുമ്പോൾ ഞാൻ പറഞ്ഞു, വേണുചേട്ടനെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ NSS വിമൻസ് കോളേജിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. എനിക്കധികം ഓർമ്മ കിട്ടുന്നില്ല. പിന്നെയുള്ള നിമിഷങ്ങൾ എന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പോലെയൊന്നുമല്ല. വേണുചേട്ടൻ ആദ്യമേ തന്നെ വളരെ ക്ലോസ് ആയിട്ട് അങ്ങ് പെരുമാറാൻ തുടങ്ങി. 2 പേരുടെ പേര് എനിക്ക് എടുത്തു പറയണം, വേണുചേട്ടനും സുകുമാരി ചേച്ചി. സുകുമാരി ചേച്ചി അതേപോലെയാണ്. സുകുമാരി ചേച്ചി അന്നും എന്നെ വിളിച്ച പ്രൊഫസറെ എന്നാണ്. ആരോ പറഞ്ഞു കൊടുത്തു, കോളേജ് അധ്യാപകൻ പ്രൊഫസറെ എന്ന് വിളിക്കുന്നു. അപ്പം വേണുചേട്ടൻ പറഞ്ഞു, അത് പ്രൊഫസറൊന്നുമല്ല, അസരേഖയുടെ പ്രൊഫസറാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വേണുചേട്ടൻ അന്ന് തൊട്ട് എന്നെ കളിയാക്കി തുടങ്ങി. പക്ഷെ നമുക്കൊരു അറ്റീസ് ആക്കുക എന്നൊക്കെ പറയുന്നില്ലേ. ഞാൻ അന്ന് മുകേഷ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, ശ്രീനിവാസ് അഭിനയിച്ചിട്ടുണ്ട്, വേണുചേട്ടൻ, സുകുമാരി ചേച്ചി. അവരുടെ ഇടയിൽ ഞാനൊരു തുടക്കക്കാരനാണ്. ഒരു എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തന്നത് വേണുചേട്ടനാണ്. നല്ല ഗൈഡൻസ് ആണ്. അതാണ് ഞാൻ വേണുചേട്ടൻ്റെ ഒരു മെൻറ്റർ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നില്ലേ. അത് അഭിനയത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും വേണുചേട്ടൻ്റെ കാര്യം മാത്രമല്ല ശ്രദ്ധിക്കുക, കൂടെയുള്ള ആർട്ടിസ്റ്റിന് നമ്മുടെ മൂവ്മെൻറ്റ് അത് എന്തെങ്കിലും എക്സ്ട്രാ ആണെന്നുണ്ടെങ്കിൽ അത് വേണ്ട ജഗദീഷ്, അന്നേ കറക്റ്റ് ചെയ്തു. എൻ്റെ ഗുണം എന്ന് പറയുന്നത്, എനിക്ക് കിട്ടിയ ഗുണം എന്ന് പറയുന്നത്, അമച്വർ നാടകരംഗത്ത് ഏറ്റവും സീനിയേഴ്സ് ആയിട്ടുള്ള നടന്മാരുടെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടി. TR സുകുമാരൻ നായർ സാർ, ജഗതി NK ആചാര്യ സാർ, PK വേണുക്കുട്ടൻ നായർ സാർ, TN ഗോപിനാഥൻ നായർ സാർ, അങ്ങനെയുള്ള ഏറ്റവും ടാലൻ്റ് നടരാജൻ സാറ്, അങ്ങനെയുള്ള പ്രതിഭകളോടൊപ്പം അഭിനയിക്കാൻ ഭാഗ്യം കിട്ടി. സിനിമയിൽ വന്നപ്പോൾ ആദ്യ ചിത്രത്തിൽ തന്നെ നെടുമുടി വേണുവും ശ്രീനിവാസനും. അപ്പോൾ അവരുടെയൊക്കെ അഭിനയം കാണുമ്പോൾ നമുക്ക് ഓവറാകാൻ പറ്റില്ല. ഏറ്റവും കൺട്രോൾഡ് ആക്ടിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഭകളുടെ കൂടെ നമ്മൾ ചേരുമ്പോൾ, അതുപോലെ അവർക്ക് ഏത് വേഷവും, ഞാനൊരിക്കൽ വേണുചേട്ടനോട് എന്നെ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ഇപ്പോൾ CBI എന്ന് പറയുന്നത് മമ്മൂക്കയാണ് അല്ലേ, പക്ഷേ ഇന്ത്യനിൽ CBI ആയിട്ട് വേണുചേട്ടനെ അഭിനയിച്ചിരിക്കുന്നത്. ഞാൻ വേണുചേട്ടനോട് ചോദിച്ചു, വേണുചേട്ടാ ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടറോട് ചോദിച്ചിരുന്നു അങ്ങനെ ഒരു CBI കമലഹാസനെ പിടിക്കേണ്ട CBI ആയിട്ട് എന്തുകൊണ്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ അത് CBI ജനങ്ങളുടെ ഇടയിൽ വളരെ ജെല്ലായിട്ട് ഇങ്ങനെ കൂട്ടത്തിൽ നടന്ന പെട്ടെന്ന് കണ്ണി കാണാത്ത ഒരാളായിരിക്കും കൂടുതൽ CBI-ക്കാരും. അതാണ് ശങ്കർ എന്നോട് പറഞ്ഞ കാരണം എന്ന് പറഞ്ഞു. അവിടം തൊട്ട് പലതരത്തിൽ നമുക്ക് ഈ വേഷം അദ്ദേഹം ചെയ്താലൊക്കുമോ, കാരണം വേണുചേട്ടൻ ഒരു വലിയ ഫിസിക്കുള്ള ആളായിരുന്നില്ല. ജഗദീശൻ എഴുതിയ സിനിമയില് മുത്താരംകുന്ന് പിയോല് അദ്ദേഹം ഗുസ്തിയാശാനാണ്. അത് യഥാർത്ഥത്തിൽ കുട്ടൻപിള്ള എന്ന് പറയുന്ന കഥാപാത്രമാണ്. അവിടെ ശ്രീനിവാസനാണ് സജസ്റ്റ് ചെയ്തത്, ഞാനല്ല. നെടുമുടി വേണുചേട്ടൻ നന്നായിരിക്കും. അത് കേട്ടപ്പോൾ എനിക്ക് ഓക്കെ തോന്നി. പക്ഷെ നെടുമുടി വേണുചേട്ടൻ്റെ ഗുണം എന്ന് പറയുന്നത് അതിനകത്ത് കൊണ്ടുവന്ന ഒരു ചെറിയ ചേഞ്ച് നിങ്ങൾ നോക്കിയാൽ കാണാം. കുട്ടൻപിള്ള ചെറിയ ഒരു ഉടന്ത് പോലുള്ള ഒരു ലിംബിങ് ചെറുതായിട്ട് നടത്തുന്നു. അത് ഈ ഗുസ്തി മത്സരത്തിൽ എവിടെയോ ചതിപ്രയോഗത്തിൽ എന്തോ സംഭവിച്ചതായിട്ടുള്ള ഒരു സൂചനയാണ് കൊടുത്തിരിക്കുന്നത്. പറഞ്ഞു മനസ്സിലായില്ലേ? ബാക്കി ഈ ഏറ്റവും വലിയ ഗുസ്തിക്കാരും പിന്നീട് വ്യായാമമൊക്കെ കുറഞ്ഞു കഴിഞ്ഞിരുന്നാൽ കുറച്ചൊരു വയറൊക്കെ വരുമല്ലോ. അപ്പൊ അങ്ങനെ വേണുചേട്ടൻ ആ ഗുസ്തിയുടെ ആ നടത്തയിലും കാര്യങ്ങളിലും ആ തലയിൽ കെട്ടുന്നതും ഒക്കെ തന്നെ അതിനെ ഒരു ഗുസ്തിക്കാരനെ നമുക്ക് കാണാൻ പറ്റും. വേണുചേട്ടൻ്റെ വേഷപ്പകർച്ചയും എടുത്ത് പറയേണ്ട കാര്യമാണ്. നിങ്ങൾ എടുത്തു നോക്കൂ, ഒരു പള്ളിയിലച്ഛനിൽ നിന്നും വളരെ വിഭിന്നമായിരിക്കും. അഭിനയം മാത്രമല്ല, ആ വേഷം ഇടുന്നതും വേറെ സ്റ്റൈലായിരിക്കും. ഒന്നിൽ ഒരു കാവി എളോഹ ഇടുന്ന അച്ഛനായിരിക്കും, ഒന്നിൽ വെള്ളയായിരിക്കും, അതിൽ തന്നെ കണ്ണട വേറെ ആയിരിക്കും. ഇപ്പോൾ വിഗ്ഗൊക്കെ വയ്ക്കുന്ന വേണുചേട്ടൻ ഓരോ രീതിയിലും വേണുചേട്ടൻ്റെ ഒരു സ്റ്റില്ല് കണ്ടാൽ അത് ഏത് സിനിമയാണെന്ന് തിരിച്ചറിയാൻ പറ്റും. ഏതാണ്ട് പറയാം, ചാമരത്തിലെ അച്ഛൻ, എത്രയോ സിനിമകളിൽ എത്ര വ്യത്യസ്തങ്ങളായിട്ടുള്ള പള്ളി. നമ്മുടെ ഇതില് മറ്റേ ലൂണ ഓടിക്കുന്ന ആകാശദൂതില് പള്ളിയിലച്ഛനാണ്. ഉണ്ണികളെ ഒരു കഥ പറയാമല് പള്ളിയിലച്ഛനാണ്. പള്ളിയിലച്ഛനല്ലേ. സകല മേഖലയിലൂടെയും പോകുന്ന ആളാണല്ലോ അദ്ദേഹം. സ്റ്റേജിൽ വരുമായിരുന്നു, സ്റ്റേജിൽ അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് എഴുതാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സിനിമകളിലുണ്ട്. ഇമ്മാനുവൽ എന്നൊക്കെ പറയുന്ന ഒരു പടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് ഒരു ബാറിലോട്ട് അദ്ദേഹം കയറി വരികയാണ്. അപ്പോൾ കയറി വരുമ്പോൾ അവിടെ ലൈറ്റുണ്ട്, കാര്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹം കയറി വന്നപ്പോൾ ഇങ്ങനെ പോക്കറ്റിൽ കയറ്റിട്ട് ഇങ്ങനെ ഒരു പിടുത്തം പിടിച്ചു. അപ്പോൾ ഞാൻ പോക്കറ്റിലും കൈയിട്ടു, ഇങ്ങനെ പിടിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൗതുകം കൊണ്ട് വേണുചേട്ടനോട് ചോദിച്ചു, വേണുചേട്ടാ ഇയാൾ ഇങ്ങനത്തെ AC ബാറിലൊന്നും കയറി ശീലമുള്ള ഒരാളായിരിക്കില്ല, ഇയാൾ വെറും അലമ്പാണ്. അപ്പോൾ ഈ ബാറ് കയറുമ്പോൾ പെട്ടെന്ന് ഇയാൾക്ക് തണുക്കും. ആ തണുപ്പാണ് ഇയാൾ കാണിച്ചത്. ഈ കയറുമ്പോൾ പോക്കറ്റിൽ കയറ്റിട്ട് കൈയും രക്ഷിച്ച് തണുപ്പാണ് കാണിച്ചതെന്ന് പറഞ്ഞാൽ അത്രയധികം
ഓരോ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയും അത്രയധികം ആലോചിച്ചും ചിന്തിച്ചും കുറെയൊക്കെ നൈസർഗികമായും മാറ്റങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് അല്ലേ? അല്ല, വേണുചേട്ടൻ്റെ നമ്മൾ കുറേ പള്ളിയിൽ അച്ഛന്മാരെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. എന്നാൽ ശരിയായിട്ടുള്ള അച്ഛനല്ലാത്ത ഒരു കഥാപാത്രം ഇൻ ഗോസ്റ്റ് ഹൗസ് ഇന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു അല്പ ദുർമന്ത്രവാദമോ എന്തൊക്കെയോ ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്ക് ഫീലിംഗ് കിട്ടുന്നുണ്ട്, അല്ലേ? 100% നന്മയുടെ ആളല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലാഭത്തിലേക്ക് നാശത്തിലേക്കാണ് പോകുന്നത് എന്നൊക്കെ പറയുന്ന ഒരു നല്ല അച്ഛൻ ഒരിക്കലും പറയുന്നതല്ല. വേറെന്തോ ഒക്കെ ഒരു ഇവിളുണ്ട് അങ്ങനെ ചെയ്യുന്ന കഥാപാത്രം. ആ സൂക്ഷ്മാംശം ആലോചിച്ച് നോക്കി. അതിനകത്ത് അവസാനം പറയുമ്പോൾ വില്ലനാണെന്ന് അറിഞ്ഞതിന് ശേഷമുള്ള എക്സ്പ്രഷനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. വളരെ വലുതാണ്, വളരെ വലുതാണ്. വേണുചേട്ടന്റെ ഓർമ്മകളുമായിട്ട് നമ്മളോടൊപ്പം ഡയറക്ടർ അശോക് കുമാർ സാർ. ഞങ്ങളുടെ ഒരു പടമാണ് അറബി ഒട്ടോ മാത്രം ലാല് വേണുചേട്ടന് മുകേഷ് അഭിനയിച്ച്. ഇതിൻ്റെ ലൊക്കേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അബുദാബി, ദുബായൊക്കെയാണ്. ആ സിനിമ എടുത്തത് തന്നെ രസകരമാണ്. ഞങ്ങൾക്ക് ചുമ്മാ അവിടെ പോയി ആഘോഷിക്കാൻ വേണ്ടി എടുത്താണ്. പക്ഷേ ആ പടം നന്നായിട്ട് ഓടി. പ്രിയനാണ് ഡയറക്റ്റ് ചെയ്ത്. അപ്പോൾ അന്നും പ്രിയൻ പറഞ്ഞു, എടാ കാര്യമൊക്കെ നമുക്ക് വേണുചേട്ടൻ വേണം അവിടെ. വേണുചേട്ടൻ അബുദാബി കാണണം. വേണുചേട്ടൻ നമുക്ക് എത്ര ദിവസം ഡേറ്റ് വേണം. ആ വേണുചേട്ടൻ ഉള്ളിടത്തോളം കാലം നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ്. വേണുചേട്ടൻ സ്ക്രിപ്റ്റിൻ്റെ കൂടെ കാണും, നമുക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ രസമാണ് വേണുചേട്ടൻ. അങ്ങനെ അപ്പോൾ വേണുചേട്ടൻ ചോദിച്ചു, അശോക് എനിക്കതിനകത്ത് പ്രിയനൊരു പറഞ്ഞു വേണുചേട്ടൻ ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വേണുചേട്ടൻ ഇവിടുന്ന് അബുദാബി കൊണ്ടുവരുന്നു. വേണുചേട്ടൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് 10 ദിവസം കൊണ്ട് ഡേറ്റ് തന്ന്. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ വേണുചേട്ടനത് 15-20 ദിവസമായി. അതായത് വെച്ചാൽ അവിടുത്തെ വേണുചേട്ടൻ്റെ ഒരു പ്രസൻസ്, അതായത് ലൊക്കേഷനിൽ 2 ആർട്ടിസ്റ്റാണ് പ്രസൻസ് കൊണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നത്. ഒന്ന് സുമാരി ചേച്ചി, സുമാരി അമ്മ, ഒന്ന് വേണുചേട്ടൻ ഉണ്ടെങ്കിൽ എല്ലാ സിനിമ അഭിനയം മാത്രമല്ല, സ്ക്രിപ്റ്റിൻ്റെ കാര്യമാണെങ്കിലും മറ്റെല്ലാ കാര്യത്തിലും വേണുചേട്ടൻ നമ്മുടെ തന്നെ കൂടെ കാണും. ചേട്ടാ, ഞാൻ ഒരാളെ കൂടെ വിളിക്കുകയാണ്. ഈ സിനിമേതര ബന്ധങ്ങൾ, സിനിമയിലുള്ള ആൾ തന്നെയാണ് എങ്കിലും ഈ വേണുചേട്ടനൊക്കെ ഇങ്ങനെ ഈ വർത്താനം പറഞ്ഞിരിക്കുന്ന ചില സദസ്സുകളുണ്ടല്ലോ സിനിമയെക്കുറിച്ച്. സിനിമയ്ക്ക് വേണുചേട്ടന് കുറച്ചുകൂടെ ഈ തനത് പരിപാടികളിലോടൊക്കെ ഒരു ഇച്ചിരി താല്പര്യമുള്ള ആളാണ്. നർമ്മം പറഞ്ഞിരിക്കാൻ പ്രത്യേക താല്പര്യമുള്ള ഒരാളാണ്. അത്തരത്തിൽ വേണുചേട്ടനുമായി നല്ല സൗഹൃദം വെച്ച് പുലർത്തുന്ന അഭിനേതാവാണ്. അരങ്ങിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ള ഒരാളാണ്. ഒരാളെ കൂടെ ഞാൻ നമ്മുടെ ഈ പരിപാടിയിലേക്ക് വേണുചേട്ടനെ കുറിച്ച് ഓർക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വന്തമായി ഒരു കലാരൂപം തന്നെ മലയാളിക്ക് സമ്മാനിച്ച അഭിനേതാവ് ശ്രീ ജയരാജ് വാര്യർ. ജയരാട്ടാ, നമസ്കാരം. നമസ്കാരമുണ്ട്. എൻ്റെ ഒരു ജീവിതത്തിലെ വളരെ സന്തോഷം നിറഞ്ഞൊരു മുഹൂർത്തമാണ്. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന 2 പേർ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജഗദീഷ് മാഷ് എന്ന് വിളിക്കാൻ കാരണം ഇദ്ദേഹം അധ്യാപകനാണ്. പിന്നെ പ്രിയപ്പെട്ട രമേശ് പിഷാരടി. ഇനി എന്റെ സന്തോഷം പറഞ്ഞോട്ടെ. എന്റെയും രമേശിന്റെ ജോലി എളുപ്പമായി. കാരണം വേണുചേട്ടനെ അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള ഒരാളാണ്. അതെ, കാരണം അഭിനയത്തിന്റെ സൂക്ഷ്മാംശങ്ങൾ ഈ കാരിക്കേച്ചറിൽ അവതരിപ്പിക്കുമ്പോൾ ഓരോന്നും കണ്ണെങ്ങനെ ചലിക്കുന്നു, മൂക്കെങ്ങനെ ചലിക്കുന്നു, ചെവി എങ്ങനെ ചലിക്കുന്നു എന്ന് അറിയാം. അത് അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹം ചോദിക്കുന്നതിന് നമുക്ക് മറുപടി പറഞ്ഞാൽ മതി. അതുമല്ല, ഈ നമ്മൾ സാധാരണ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഒരു നടനെ അനുകരിക്കുമ്പോൾ ഒരു ഡയലോഗ് പറയാം, ഒരല്പം പറയാം. ഇത് അങ്ങനെ ഒരു ഡയലോഗ് ഒന്നും അല്ല. വേദിയിൽ വേണുചേട്ടനായിട്ട് നിന്ന് ജയരാജൻ എത്രയോ നേരം ആളുകളോട് ഇന്ററാക്ട് ചെയ്ത് പോവുക, ചില പാട്ടുകൾ. പിന്നെ എനിക്ക് തോന്നുന്നത് സിനിമയ്ക്കപ്പുറം ഈ വേണുചേട്ടന് താല്പര്യമുള്ള ചില തനത് പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിലൂടെ ഒക്കെ പോകും. ശരിയത്. കാവി, കുരുത്തോല. അതെ, കാവി, കുരുത്തോല, ഉടുക്ക് ചെണ്ട, മദ്ദളം. ആ പ്രദേശങ്ങളിൽ ജയരാജേട്ടൻ എവിടേക്കോ ഏതെല്ലോ സ്റ്റോപ്പുകളിൽ ജയരാജനുണ്ട്. തീർച്ചയായിട്ടും. അതായത് വേണുചേട്ടൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, വേണുചേട്ടൻ എന്നോട് എപ്പോഴും പറയാറില്ല ഞാൻ തൃശ്ശൂരോ അതല്ലെങ്കിൽ പാലക്കാടോ ജനിക്കേണ്ട ആളാണെന്നാണ്. കാരണം അദ്ദേഹത്തിന് ഈ മേള സംസ്കാരത്തോടുള്ളൊരു താല്പര്യം. അതെ, പ്രത്യേകിച്ചും ചെണ്ട, തായമ്പക, പഞ്ചവാദ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ്. അപ്പോൾ തൃശ്ശൂരിലെ ഷൂട്ടിങ്ങിന് വരുന്ന സമയത്തും അല്ലാതെയും മിക്കവാറും കോഴിക്കോടോ കണ്ണൂരോ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോൾ എന്നെ വിളിക്കും. നമുക്ക് കാസിനോയിൽ ഇരിക്കാം, 2 ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ, നമുക്ക് ആ മലമക്കാവിലൊന്ന് പോകണം. അതായത് ഈ തായ്മക നടക്കുന്ന സ്ഥലമാണ്. പെരുവനത്തൊന്ന് പോകണം. വിദ്യാധരമക്ഷ നാടായ ആറാട്ടുപുഴ പൂരാണ്, ആ വഴിക്കൊന്ന് പോകണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ യാത്രയാണ്. അപ്പം എന്താ വെച്ചാൽ കയ്യിലെന്ത്, നേരത്തെ എല്ലാവരും പറഞ്ഞ കയ്യിലെന്ത് കിട്ടിയാലും അതിനെ മുഴുവൻ താളത്തിൻ്റെ
ഒരു വലിയ മഹാപ്രപഞ്ചം സൃഷ്ടിക്കുന്ന ആളാണല്ലോ വേണിച്ചേട്ടൻ. ഈ വേണിച്ചേട്ടനുമൊത്തുള്ള യാത്രകളിലെ ഏറ്റവും സന്തോഷകരമായ കാര്യം നമുക്കറിയാത്ത ചില പായ്ത്താരി താളങ്ങളൊക്കെ കൊണ്ടുപോകും. കാവാലം സാറിൻ്റെ നിന്ന് കിട്ടിയത്, അതുകൂടാതെ കുഞ്ചൻ നമ്പ്യാരിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ വേണിച്ചേട്ടൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ചില കുസൃതി ചോദ്യങ്ങൾ ക്യാരക്ടറിനെ കുറിച്ച് ചോദിക്കുക. അപ്പോൾ സിനിമയെക്കുറിച്ചൊക്കെ ധാരാളം സംസാരിക്കാം, ഇതിപ്പോൾ അതിനെ പറ്റിയ സമയമല്ല, നമുക്ക് വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വേണിച്ചേട്ടൻ. ജയരായിട്ട് ഇത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ജഗദീഷ് ചേട്ടൻ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഇപ്പം നമുക്ക് സിനിമയിലുള്ള ഒരാളെ കാണുമ്പം നമുക്ക് ഏറ്റവും അറിയാൻ ആഗ്രഹം സിനിമയെക്കുറിച്ച് വിശേഷങ്ങളാണ്. അവരെ സംബന്ധിച്ച് അവരതിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന കാരണം അവർക്ക് വേറെ കാര്യങ്ങൾ അറിയണ്ടേ, വേറെ വിശേഷങ്ങളാണ് ഇവര് ചോദിക്കാനും കേൾക്കാനായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറയും, അപ്പോൾ വിട പറയും മുംബൈയിലെ സേവിയർ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പറയും അതൊക്കെ നമ്മൾ ചെയ്തു. പിന്നെ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ഡെൻവറാശാൻ എന്ന് പറഞ്ഞു, ബെസ്റ്റ് ആയിട്ടുള്ള ഡെൻവറാശാനും അതുപോലെ പെരുന്തച്ചനിലെ തമ്പുരാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇല്ല. എങ്ങനെയാണ് ഡെൻവറാശാൻ ഇങ്ങനെ നടന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു ഗുണ്ടയെ മനസ്സ് സങ്കല്പിച്ചു, അതങ്ങ് വർക്കൗട്ടായി എന്നാ പറയാ. പക്ഷെ അതല്ല പുള്ളിക്ക് താല്പര്യം. പുള്ളി ആ സമയത്ത് നമ്മളോട് പറയുന്നത് കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ വേഷങ്ങളെക്കുറിച്ച്, അമ്മന്നൂരിന്റെ വേഷപ്പകർച്ചയെക്കുറിച്ച്. അമ്മന്നൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടിയാട്ടത്തിന്റെ ആചാരം. അദ്ദേഹം അവസാനം ഊർധ്വശ്വാസം വലിക്കാവുന്നൊരു അവസ്ഥയുണ്ട്. അല്ല, അതിനൊരു കാര്യം പറഞ്ഞുതരാം. ഈ ഒരു കൂടിയാട്ടത്തെ കുറിച്ച് യാദൃശ്യമായിട്ട് ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞുതരാം. അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. വേണുചേട്ടന് അതിന് വോയിസ് ഓവറിനൊരു നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. മിനുക്ക് എന്ന് പറയുന്ന എം ആർ രാജൻ സാറിന്റെ ഡോക്യുമെന്ററിക്ക് വോയിസ് ഓവറിന് നാഷണൽ അവാർഡ് മേടിച്ചിട്ടുള്ള ആളുകളിൽ ഒന്നാണ് വേണുചേട്ടൻ. വോയിസ് ഓവറും അതില് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നോട്ടം എന്ന് പറഞ്ഞ സിനിമയില് പുള്ളി ചാക്യാരായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പച്ചപ്പനന്തത്തെ ആ പാട്ടൊക്കെ ശശി പരൂരിന്റെ അതിനകത്ത് പുള്ളി ചാക്യാര. അതിനകത്ത് പുള്ളി കണ്ടുവച്ച കൂടിയാട്ടത്തിലെ ഈ അവസാനത്തെ ശ്വാസം വലിക്കുന്നത് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഞരമ്പുകൾ വലിഞ്ഞിട്ടുള്ള ആ ഒരു ആക്ടിങ്. പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ മേള കലാകാരന്മാര്, തുള്ളൽ കലാകാരന്മാര്, ഇവരോടൊക്കെ സംസാരിച്ചിരിക്കുക, വെടിവട്ടം പറയുക, മുറുക്കുക അങ്ങനെ ഇരിക്കുക. പിന്നെ തൃശ്ശൂരിൽ അരവിന്ദാക്ഷമേനൻ എന്നിട്ട് ഒരാളുണ്ടായിരുന്നു, സി അരവിന്ദാക്ഷമേനൻ. അദ്ദേഹം എന്ന് പറഞ്ഞാൽ കാവാലൻ സാറിന്റെയും അരവിന്ദൻ സാറിന്റെയും സ്വന്തം ആളാ. നെടുമുടി വേണിച്ചേട്ടൻ വരുന്നുണ്ടെങ്കിൽ അവിടെ സി എം മേനൻ ഉണ്ടാവും. സി എം മേനോട് മറ്റേ കാറി ഇറങ്ങിയ ഉടനെ സാധനം ഉണ്ടല്ലോ അപ്പൊ പറയും ഇന്നത്തെ ചെറുതുരുത്തിയിലൊരു തായ്മയുണ്ട്, എന്നാ അങ്ങോട്ട് പോവാം. അമേരിക്കയില് ഞാനും ജയരാജും വേണുചേട്ടനും ഒക്കെ ഒരുമിച്ച് ഒരു ട്രിപ്പിന് പോയിരുന്നു. പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? രസം എന്ന് പറഞ്ഞിരുന്നാല് അതിൽ ജഗതി ചേട്ടനുണ്ട്, ജഗതി ചേട്ടനുണ്ട്, ഒരേ മണിയൻ ചേട്ടനുണ്ട്, മണിയമ്പിള്ള രാജു. ഭഗവത ജുഗം നാടകം ഞങ്ങൾ അവതരിപ്പിച്ചു, ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. അത് വേണിച്ചേട്ടൻ. ഭഗവത ജുഗം എന്ന് പറയുന്ന നാടകം ആദ്യം അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് ഗുരുവിന്റെ വേഷം നെടുമുടി വേണിച്ചേട്ടനും ശിഷ്യന്റെ വേഷം ഭരത് ഗോപിയാശാനും ആയിരുന്നു, കവാൽ സാറിന്റെ. അവിടെ അവതരിപ്പിക്കുന്ന സമയത്ത് ഗുരുവിന്റെ വേഷം നെടുമുടി വേണിച്ചേട്ടനും ശിഷ്യന്റെ വേഷം ജഗതി ചേട്ടനും ആയിരുന്നു. അതെ, ഇദ്ദേഹമാണ് അതിലെ ഒരു വൈദ്യൻ. ആ ഡയലോഗ് ഓർമ്മയുണ്ടോ, ആ കവിത ചൊല്ലി വരുന്നത്? അല്ല, ഞാൻ ചോദിക്കുന്നത് US-ല് അപ്പൊ നിങ്ങൾ പരിപാടിക്ക് പോകുന്നത് ഈ ഒരു സംസ്കൃതം തനത് എന്ന് പറയുന്ന ഒരു നാടകത്തിന് ആദ്യമേ തന്നെ ഞാനാണ് സൂത്രധാരൻ. ഞാൻ വന്ന് കഥ പറയും, ഇതാണ് നടക്കാൻ പോകുന്നതെന്ന് പറയും. പക്ഷേ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, അവിടെ ഈ നാടകം വളരെ ഗംഭീരമായിട്ട് ആസ്വദിക്കുകയും 10-15 വേദികളിൽ ആസ്വദിക്കുക മാത്രമല്ല, ഈ നാടകം വീണ്ടും ഒരു ദിവസം അവതരിപ്പിച്ച് തരാമോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അല്ല, ഈ നാടകം ആദ്യം നമ്മൾ അവതരിപ്പിക്കും, അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം തൃപ്തരാകാത്ത ഒരു വിഭാഗമുണ്ട്. അവർക്ക് വേണ്ടി നമ്മുടെ സാധാ സ്കിറ്റ്, നമ്മുടെ പരിപാടിയും അത് അല്പ ഗൗരവത്തോടുകൂടി കാണണം. ഭഗവതജുഗം അത് ആസ്വദിച്ച് അതിനകത്ത് മേളങ്ങളെല്ലാം ഉണ്ട്. താളത്തില് ഇപ്പോൾ ഗംഭീരമായിട്ട് വേണിച്ചേട്ടൻ നമ്മൾക്കൊക്കെ വേണ്ട ഇൻസ്ട്രക്ഷൻ തന്ന് സംവിധാനം നടത്തിയത് വേണിച്ചേട്ടനാണ്. ആ നാടകം എന്താണെന്ന് വെച്ചാൽ ആ കൂട്ടം അതിങ്ങനെ വരണം, ഇങ്ങനെ വരണം, കുറച്ച് താളത്തിലൊക്കെ ഇളകി ഇങ്ങനെ ഈ ശരീരം എങ്ങനെയാണ് സ്റ്റേജിൽ പ്രയോജനപ്പെടുത്തേണ്ടതെന്നുള്ളത് ഒക്കെ വേണിച്ചേട്ടൻ പറഞ്ഞു തരും. ഓരോ കാര്യം വൈദ്യരായിട്ട് വരുമ്പോൾ വൈദ്യര് ഒരു താളത്തിലാണ് വരേണ്ടത്. അത് വേണിച്ചേട്ടൻ കാണിച്ചു തരുമ്പോൾ തന്നെ ഒരു സുഖമാണ്. ഒരു കഥകളി അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. അത് US-ൽ എനിക്ക് ഒരു കണക്ഷൻ കിട്ടാത്ത ഒരുപായിട്ട് നിങ്ങൾ അത് ചെയ്തു എന്ന് പറയുന്നത് അത് ഗംഭീര വിജയമായിരുന്നു. അത് കഴിഞ്ഞാൽ ഈ നാടകം കഴിഞ്ഞാൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സൂത്രധാരൻ വന്നിട്ട് നമ്മൾ വേറൊരു വിഷയത്തിലേക്ക് കൊണ്ടുപോവാണ്. വേണുചേട്ടന്റെ നേതൃത്വത്തിലുള്ള നാടൻ പാട്ടുകൾ, അതായത് ഗണപതി അങ്ങനെ തുടങ്ങിയിട്ടുള്ള അതെല്ലാം ഭയങ്കര വലിയ സക്സസ് ആയിരുന്നു. കറുകര കാർമുകിൽ
കൊമ്പനാന പുറത്തേറി എഴുന്നള്ളും മൂർത്തേ കറുകറെ കാർമുകിൽ കൊമ്പനാന പുറത്തേറി എഴുന്നള്ളും മൂർത്തേ ജിഗി ജിഗി തക്കം ദൈ ദൈ ജിഗി ജിഗി തക്കം ദൈ ദൈ ജിഗി ജിഗി തക്കം ദൈ ജിഗി ജിഗി തക്കം ദൈ ജിഗി ജിഗി തക്കം ദൈ. ഇവിടെ ഇപ്പം USA ഷോയെ പറ്റി പറഞ്ഞു. തിരിച്ചു വന്നാല് ടെലിവിഷൻ പരമ്പരകൾ ഒരു കലാകാരൻ ഇപ്പൊ നമ്മൾ പറഞ്ഞത് കുരുത്തോല, കാവ്യമുണ്ട്, തനത് തൊട്ട് നാടകങ്ങൾ ഉൾപ്പെടെ, ഡാൻസ് ഉൾപ്പെടെ, സിനിമ ഉൾപ്പെടെ, മേള ഉൾപ്പെടെ, ഇങ്ങനെ എല്ലാ മേഖലയിലും വേണിച്ചേട്ടൻ കൈവച്ച് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പം പരമ്പരകൾ എടുത്താൽ വളരെ ജനകീയമായിട്ടുള്ള പരമ്പര മലയാളത്തിലെ ആദ്യത്തെ TV സീരിയൽ എന്ന് പറയുന്നത് കൈരളി വിലാസം ലോഡ്ജാണ്. അതെ, അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന പ്രശസ്ത സാഹിത്യകാരനായ സക്കറിയ സാറാണ്. അതെ, അതാണ് ഈ നമ്മൾ സക്കറി സാറിന്റെ ഒരു ഏരിയ നോക്കുമ്പം ഇപ്പൊ ഭാസ്കര പട്ടേലരും എന്റെ ജീവിതം എന്നൊക്കെ പറയുന്ന കഥയൊക്കെ വായിച്ചാല് വിധേയനൊക്കെ കാണുന്ന ഒരാളെ സംബന്ധിച്ച് ഈ സീരിയൽ എഴുതിയത് അദ്ദേഹം എന്ന് പറയുന്നത് വലിയ കോൺട്രാഡിക്ടറി ആണ്. അതെ. ഇനി അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ പൂജയ്ക്ക് എന്നെ ക്ഷണിച്ചു വേണിച്ചേട്ടൻ. കൂട്ടാ, ഞാൻ സംവിധാന രംഗത്തേക്ക് കടക്കുകയാണ്, ആദ്യം സീരിയലിലൂടെ തുടങ്ങാം. കൈരളി വിലാസം ലോഡ്ജ്, സക്കറിയാണ് സ്ക്രിപ്റ്റ്. അപ്പോൾ PTA TV വേണ്ടി ശശികുമാർ സാർ, പ്രശസ്ത പത്രപ്രവർത്തകനായ ശശികുമാർ സാറാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്ന് ഏഷ്യാനെറ്റ് തുടങ്ങിയിട്ടില്ല. പിന്നീട് ഏഷ്യാനെറ്റ് സ്ഥാപിക്കുന്നതിൽ ശശികുമാർ സാർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്, അറിയാമല്ലോ. അപ്പോൾ പൂജയ്ക്ക് എന്നെ ക്ഷണിച്ചു. അപ്പോൾ അതിനകത്ത് വേണു നാഗവള്ളി ചേട്ടനുണ്ട്, പിന്നെ കരമന ചേട്ടനുണ്ട്, MS തൃപ്പൂണിത്തറ സാറുണ്ട്, പിന്നെ മണിയമ്പിള രാജുവുണ്ട്, S ജഗന്നാഥൻ ചേട്ടനുണ്ട്. ഇവരെല്ലാവരും ഉണ്ട്. വേണുചേട്ടനും അതിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പം ഞാൻ പൂജയ്ക്ക് പോവാണ്. അപ്പം എന്നെ മാത്രം ഈ നടന്മാരുടെ ലിസ്റ്റിൽ എൻ്റെ പേരില്ല. അതിലെനിക്ക് വിഷമമുണ്ട്. എന്നാൽ പോലും വേണുചേട്ടൻ ക്ഷണിച്ചല്ലേ എന്ന് വിചാരിച്ച് അവിടെ പോയി. അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ സക്കറിയ സാർ എന്തോ പറഞ്ഞിട്ട് ചോദിച്ചു. അപ്പോൾ കുര്യൻ ആരാന്ന് ഇതുവരെ ഫിക്സ് ചെയ്തില്ലല്ലോ വേണു എന്ന് പറഞ്ഞു. അപ്പോൾ വേണുചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, കുര്യനല്ലേ ആ നിൽക്കുന്നത്. എന്റെ മനസ്സിൽ എന്താണെന്ന് പറയില്ല. ഇതാ നോക്കൂ, ഈ ഗോഡ് ഫാദർ കാണുന്നല്ലേ, ആ ഗോഡ് ഫാദർ സിനിമ കാണുന്നല്ലേ, കുഴപ്പമായെന്ന് മുകേഷ് ചോദിച്ചില്ല. ഇതാ ഒരു രോമാഞ്ചം. അല്ല, അതൊരു ഇതൊരു മുഹൂർത്തമാണ്. മുഹൂർത്തമാണ് ഇത്. നമുക്കൊരു ഇതൊന്നും എവിടെയും രേഖപ്പെടുത്താത്ത കാര്യമാണ്. ഇതുവരെ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടില്ല. ഇല്ല. അതായത് കുര്യനിലെ നിൽക്കുന്നത് എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. സത്യം പറഞ്ഞ അതാണ് ക്യാരക്ടറാണ്. ഈ സിനിമാ അഭിനയം എന്തെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാക്കി തന്ന ഒരു റോളാണ് കുര്യൻ കട്ടപ്പന എന്ന് പറയുന്നത്. ടെലിവിഷൻ സീരിയലിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. നടന്മാർക്ക് പലപ്പോഴും സീനിയോറിറ്റി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് അവരുടെ ഒരു വലിയ ഒരു വേറൊരു അഹങ്കാരമായി കൊണ്ടു നടക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. വേണിച്ചേട്ടൻ എപ്പോഴും, ഞാനൊക്കെ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടില്ല, ഞാൻ എഴുതിയിട്ട് സ്റ്റേജ് ഷോകൾ അദ്ദേഹം ചെയ്യാൻ വരുമ്പോഴും എല്ലാം വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട്, വളരെ സാധാരണക്കാരനായി നിൽക്കുന്ന ഒരാളാണ്. മാധ്യമം ഏതെന്ന് നോക്കാതെ. കാരണം സിനിമയിൽ തിരക്കുള്ള ഒരാള് TV-യിൽ ഇപ്പം ജഗദീഷ് ചെയ്യുന്ന ഒരാളാണ്. അതെ, സിനിമയിലൊക്കെ വളരെ പോപ്പുലർ നിൽക്കുന്ന ടെലിവിഷൻ ഷോകളെ ചെയ്യുന്നതാണ്. ഇതിനെ ഇങ്ങനെ സിനിമ ഒരു ഘട്ടം, TV വേറൊരു ഘട്ടം, സ്റ്റേജ് കുറച്ചുകൂടെ തരംതാണ്, അങ്ങനെയുള്ള വേർതിരിവുകൾ ഇല്ലാത്ത ഞാൻ പരിചയപ്പെട്ട ചുരുക്കം ചില ആളുകളിൽ ഒന്നാണ് വേണുചേട്ടൻ, ജഗദീഷ് ചേട്ടനൊക്കെ. ടെലിവിഷനിലും ഒരുപക്ഷെ മലയാളത്തിലെ ആദ്യത്തെ മെഗാ പരമ്പര മമ്മൂക്ക നിർമ്മിച്ച പരമ്പര വന്നപ്പം അതില് എത്രയോ എപ്പിസോഡുകൾ അഭിനയിച്ചത് വേണുചേട്ടനാണ്. ആ മെഗാ പരമ്പരയുടെ സംവിധായകൻ നമ്മളോട് സംസാരിക്കും. ഓക്കെ. വേണുചേട്ടന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നടൻ മാത്രമല്ല, എൻ്റെ ഒരു ആത്മമിത്രവും എൻ്റെ ജ്യേഷ്ഠ സഹോദരനും, ഒപ്പം എൻ്റെ ഒരു മെൻറ്ററും ഒരു ക്രിട്ടിക്കും ഒക്കെ ആയിരുന്നു. ഒരു സാധാരണയിൽ കവിഞ്ഞ ഒരു ആത്മബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. ഞാൻ വേണുചേട്ടനെ കാണുന്നത് അദ്ദേഹം വളരെ യങ്ങായിരിക്കുന്ന സമയത്താണ്. ഞാൻ ഏതാണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗുരുവായ കാവാലത്തിൻ്റെ കൂടെ, കാവാലം നാരായണ പണിക്കരുടെ കൂടെ കവിതകൾ ആലപിക്കുമ്പോൾ ഈ ഉടുക്ക് കൊട്ടാനായിട്ട് കൂടെ വന്നിരുന്ന ആളായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വേണുചേട്ടനെ പരിചയപ്പെടുന്നത്. അന്ന് ഞങ്ങളുടെ നാട്ടിൽ വയലാറിൽ ഞങ്ങൾക്കൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു, അഭിവീക്ഷണ എന്ന് പറഞ്ഞു. ഞങ്ങൾ തെരുവുകൾ തോറും നടന്ന് കവിതകൾ നാടകീയമായിട്ട് അവതരിപ്പിക്കുന്നൊരു കാലം. അതിൽ കേരളത്തിലെ എല്ലാ പ്രമുഖ കവികളും പങ്കെടുത്തിട്ടുണ്ട്. അന്നൊക്കെ ഞാനതിലെ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ആളാണ്. അന്ന് കാവാലം സ്ഥിരമായി വരുമായിരുന്നു. ആ കൂട്ടത്തിൽ വേണുചേട്ടനും വരുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള പരിചയം.
ഒരിക്കലും ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചൊരു വർക്ക് ചെയ്യേണ്ടി വരുമെന്നോ അങ്ങനെ ഒരു അവസരം വരുമെന്നോ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല. ആൾ ഓഫ് എ സഡൻ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വന്ന് ജ്വാലയായി എന്ന് പറയുന്നൊരു പരമ്പര മമ്മൂട്ടി അത് നിർമ്മിക്കാനായിട്ട് തയ്യാറായി. എന്നോട് അതിൻ്റെ കഥ എഴുതി അതിനെ സംവിധാനം ചെയ്യാൻ പറഞ്ഞു. വേണിച്ചേട്ടനും അനിലയും കൂടെ ഉള്ള പ്രണയം, അതായത് കൃഷ്ണപിള്ളയും കൊച്ചുറേസിയും 2 സമുദായത്തിൽപ്പെട്ട മലയോര കർഷകർ, അവരുടെ ബാല്യകാല പ്രണയം അവർ ഈ ഘട്ടത്തിലും നിലനിർത്തുന്നു. അത് തുടർന്നു പോകുന്നു. അതിൻ്റെ പ്രതിസന്ധികളാണ് കഥയുടെ മർമ്മം. പക്ഷേ ഈ പ്രണയം, ഈ വയസ്സാകുമ്പോഴുള്ള പ്രണയം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു നടൻ ഇത്രയും ഭംഗിയായി കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പ്രണയഭാവങ്ങൾ, അതിൻ്റെ വിഹുലതകൾ, അതിൻ്റെ നൊമ്പരങ്ങൾ, അതിൻ്റെ വിരഹങ്ങളൊക്കെ അതീവ സൂക്ഷ്മതയോടുകൂടി, സൂക്ഷ്മാഭിനയത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു യൂണിവേഴ്സിറ്റി ക്ലാസ് എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ നെടുമുടി വേണിച്ചേട്ടൻ അവതരിപ്പിക്കുന്നതോടുകൂടിയാണ് ഞങ്ങൾ തമ്മിൽ ഈ ആത്മബന്ധം ഉണ്ടാകുന്നത്. ഇപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഒരു വാർദ്ധക്യകാലത്തുണ്ടാകുന്ന ഒരു പ്രണയം എന്ന് പറഞ്ഞല്ലോ. ഞാൻ വേണിച്ചേട്ടൻ്റെ ഒരു കരിയർ ഇങ്ങനെ ഈ പരിപാടിക്ക് വേണ്ടി അല്ലാതെ നമ്മൾ കണ്ടിട്ടുള്ളല്ലോ. നോക്കുമ്പോൾ വളരെ നേരത്തെ വലിയ വൃദ്ധരായിട്ടുള്ള കഥാപാത്രങ്ങൾ എന്നോ തുടങ്ങിയിട്ട് പിന്നെ അതിൽ നിന്ന് വളരെ കുറച്ച് ഊരിട്ടല്ലോ. ഒരിടത്തൊരു ഫയൽമാൻ്റെ ഒക്കെ ഒരു സമയം തൊട്ട് പിടിച്ചിട്ട്, അല്ല അതാണ് ആദ്യത്തെ വൃദ്ധ. അതിലെ തയ്യൽക്കാരൻ. അതെ അതെ അതെ, തയ്യക്കാരൻ ശിവൻപിള്ള മേസ്ത്രി. ശിവൻപിള്ള, അവിടം തൊട്ടൊരു വൃദ്ധൻ പിടിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ നാൾ. ഇടയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പം നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ കലാമണ്ഡലത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ആറ്റുവെട്ടി വേലായുധൻ, ഒരു രക്ഷയിലെ താളമില്ലാത്ത ഒരാള്. ഈ കലാമണ്ഡലം സെക്രട്ടറിയായിട്ട് അഭിനയിക്കുന്ന സിനിമയായ കമലദളവും ഭാഗവതരായിട്ട് അഭിനയിക്കുന്ന സർഗവും ഒരേ സമയത്ത് ഇറങ്ങുന്നത്. സർഗത്തില് സംഗീതത്തിന്റെ അഗാധമായ അറിവുള്ള ഭാഗവതര്, ആന്തോളനം എന്നൊക്കെ പാടുന്ന, അതെ, താളത്തിന്റെ ഉസ്താദ്, താളം തെറ്റിക്കഴിഞ്ഞാൽ ശിക്ഷിക്കും. അതുപോലെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകള് ചായയായിട്ട് വന്ന അപ്പോ എന്ന് പറയും. ഇങ്ങനെ ഒരാൾ ഒരു തിയേറ്ററിലോടുന്നു. അപ്പുറത്ത് തിക്കുറിശി സുകുമാരൻ നായർ സാറിന്റെ കൂടെ ഇരുന്നിട്ട് കലാമണ്ഡലം സെക്രട്ടറി ആയിരുന്ന ആള് തെറ്റി താളം പിടിക്കുമ്പോൾ തിക്കുറിശി സാറ് കൈ തട്ടും. ദേവരാജൻ മാസ്റ്ററുടെ കയ്യിൽ നിന്ന് ഒരു 2 നല്ല വാക്ക് കിട്ടാൻ പാടാണ്. അതെ അതെ, കറക്റ്റ്. വളരെ അറിയാലോ, അതെ അതെ, വളരെ ബുദ്ധിമുട്ടാണ്. ഉഗ്രനാണെങ്കിൽ അദ്ദേഹം നന്നായി എന്ന് പറയും. ഏറ്റവും ഗംഭീരായാൽ ദേവരാജൻ മാസ്റ്റർ പറഞ്ഞെന്താ അറിയോ? കുഴപ്പമില്ല എന്നേ പറയുള്ളൂ. അദ്ദേഹം ഈ സർഗത്തിലെ വേണിച്ചേട്ടന്റെ പെർഫോമൻസ് കണ്ടിട്ട് അതിഗംഭീരം പാടുന്നതാണെന്നേ തോന്നുന്നു. അല്ല, കണ്ടിട്ട് പറഞ്ഞെന്ന് വെച്ചാല്, വേണു, ഞാൻ ഇയാളുടെ സർഗം സിനിമ കണ്ടു. അറിയാവല്ല, എഴുതിയത് ഇന്നാര് അറിയാവല്ല, സംഗീതം ഭാഗവതരായിട്ട് നിങ്ങൾ പാടുന്ന യേശുദാസാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ഗാനരംഗം കണ്ടപ്പോ താനല്ല അത് പാടിയെന്ന് എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ഇതാണ് ദേവരാജൻ മാസ്റ്റർ. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ യാദൃശ്യമായിട്ട് വേണിച്ചേട്ടനെ പറ്റി പറയുമ്പോൾ താളം, സംഗീതം ഇതൊക്കെ വരാതെ നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റൂല. നമ്മള് കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിനെക്കുറിച്ച് അങ്ങനെ ആധികാരികമായി സംസാരിക്കാൻ അധികാരമില്ലാത്തവരെന്നുള്ള നിലയിൽ ജയരാജന് ഇത്തിരി അധികാരം ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, ആധികാരികമായി സംസാരിക്കാൻ നമുക്ക് അധികാരം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും സംഗീതത്തെ പറ്റി ആധികാരമായിട്ട് പറയാൻ ഒരാള് വേണം. അപ്പൊ അങ്ങനെ ഒരാളെ വിളിച്ചേ പറ്റുള്ളൂ. വേണം. അദ്ദേഹം വേണിച്ചേട്ടന്റെ സുഹൃത്താണ്. സംഗീതത്തെ പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റിയ ആളാണ്. സർവോപരി രസികൻ എന്ന് പറഞ്ഞാൽ പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ വൺലൈനറുകളും വൺവേഡുകളും അദ്ദേഹത്തിനോട് ഇടപഴകിയിട്ടുള്ളവർക്കെല്ലാം അദ്ദേഹത്തിന്റെ ഒരു നർമ്മരസം ഏറെ ഇഷ്ടപ്പെടുന്ന വലിയ നർമ്മബോധമുള്ള സംഗീത വിദ്വാനാണ് ഇനി വരാൻ പോകുന്നത്. ഹൃദയപൂർവ്വം നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വളരെ പ്രിയപ്പെട്ട വിദ്യാധരൻ മാസ്റ്റർ. മാഷ് നടന്നു വന്നപ്പോഴേ വേണിച്ചേട്ടൻ സ്റ്റേജുകളിൽ ഇതേപോലുള്ള ജുബയാണ് ധരിക്കാറുള്ളത് പ്രോഗ്രാമിനെല്ലാം. അപ്പോ ഒരു പ്രത്യേക സന്തോഷം. അതെ, വേണിച്ചേട്ടന് വേണ്ടി വളരെ ജനകീയമായിട്ടുള്ള പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒപ്പം ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്താണ് നമ്മുടെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം പറയാനുള്ളത്? ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് ഓർമ്മയിൽ വരുന്നത്, അദ്ദേഹം മോഹൻ്റെ ഒരു സിനിമയ്ക്ക് എൻ്റെ ഗ്രാമത്തിൽ, അതായത് വല്ലച്ചിറ ഗ്രാമത്തിൽ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ എൻ്റെ വീട് അവിടെ അടുത്താണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവിടെ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ
ബനിയനൊക്കെ ഇട്ടിട്ട് മേക്കപ്പ് അഴിക്കാതെ വീട്ടിലേക്ക് വന്നു. ആ വീട്ടിൽ 42 കൊല്ലം മുമ്പാ വന്ന് വീടിൻ്റെ നടപ്പര ഒരു കയറി വരുമ്പോൾ നടപ്പരയാണ് വീടിൻ്റെ ഒരു സമ്പ്രദായം അങ്ങനെയാണ്. അവിടെ വന്നിരുന്നു. എൻ്റെ മകനപ്പോൾ 2 വയസ്സ് 3 വയസ്സാവണു. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി ഇങ്ങനെ വന്നു. നീ പാടുമോ എന്ന് ചോദിച്ചാണ് വെറുതെ. അപ്പം അവൻ ചിരിച്ചു. എന്നാ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ധീം തടക്ത കുടുംബല്ല ഗണപതി ധീം തടക്ത കോട്ടയ്ക്ക് ഗണപതി ധീം തടക്ത ധീം തടക്ത താ അവൻ മോൻ പറഞ്ഞു ആ ആ ഗ്യാപ്പില് താ എന്ന് പറയുന്ന ഇടണ്ടല്ലോ ആ അതാ ധീം തടക്ത കുടുംബല്ല ഗണപതി ഗണപതി ധീം തനക്ത തടക്ത കോട്ടയ്ക്ക് കോട്ടയ്ക്ക് ഗണപതി ഗണപതി ധീം തടക്ത ധീം തടക്ത താ. ആ സമയത്ത് അവൻ ഈ കൊച്ച് ആ എടുത്ത് പൊതിച്ചു. എന്തൊരു അതൊന്നും പറയില്ല, പക്ഷേ മിടുമിടുക്കാൻ എന്ന് പറ. അവൻ അതുകൊണ്ട് മൃദംഗം പഠിപ്പിക്കാൻ കൊണ്ടുപോയി. മൃദംഗം പഠിക്കാൻ ചെന്ന് ആ ഒരു കെയർ ഓഫിൽ മസ്കറ്റിലേക്ക് വിടാൻ. ഇപ്പോൾ 23 വർഷമായി പുറത്താ, അബുദാബിയിലാണ് ഉവ്വ് ഓയിൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഉവ്വ് അപ്പം ഇത് അന്ന് തുടങ്ങിയ ബന്ധം. പിന്നെ സിനിമ ചെയ്യുന്നു, സിനിമയിൽ പാട്ടുണ്ടാക്കുന്നു, അദ്ദേഹം അഭിനയിക്കുന്നു. ഇതൊക്കെ പിന്നീടുള്ള സംഭവങ്ങളാ. ഇത് സിനിമയിൽ വരുന്നതിന് മുമ്പാണ്. ആ ഓ അല്ല, മാഷ് സിനിമയിൽ വരുന്നതിന് മാഷ് മുമ്പായിരിക്കും. സിനിമയിലുണ്ട്. മാഷ് പാട്ട് നെടുമുടി വേണുചേട്ടന് വേണ്ടി ഉണ്ടാക്കുന്നതിന് മുൻപ്, ആ, അങ്ങനെ ഞാൻ അങ്ങനെ- അതങ്ങനെ വീണപൂവിന് മുൻപ് അത് പറഞ്ഞാൽ മതി. ആ അതായത് മാഷിന്റെ വീട്ടിൽ വരുന്നത് ഇളക്കങ്ങൾ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നല്ലേ അതെ, വേണുചേട്ടൻ? മോഹന്റെ ആ പടത്തിൽ അതായത് വിട പറയും മുമ്പേക്ക് ശേഷമാണ് ഇളക്കങ്ങൾ. ആ സിനിമയുടെ ഷൂട്ട് വല്ലച്ചെറിയായിരുന്നു. അവിടെ വന്നത്. ഓക്കെ. എനിക്ക് തോന്നുന്നത് വിദ്യാരംഭ മാസ്റ്ററെ ഏറ്റവും കൂടുതൽ പാട്ടുകളിൽ അഭിനയിച്ചിട്ടുള്ളത് വേണുചേട്ടനാണോ? പാടി അഭിനയിച്ചിട്ടുള്ളത് വേണുചേട്ടനാണോ? ഒരുപാട് ഉണ്ട്. വീണപൂ, വീണപൂവ്, പിന്നെ അതുപോലെ തന്നെ അച്ചുവേട്ടന്റെ വീട്, അച്ചുവേട്ടൻ്റെ വീട്, പിന്നെ ചന്ദനം മണക്കുന്ന പൂന്തോപ്പ്, അച്ചുവേട്ടൻ്റെ വീട്, അത് അച്ചുവേട്ടന്റെ വീട്, പിന്നെ പാദമുദ്ര. 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 ഇതേ ഒരു കാര്യം കൂടെ, സംഗീതമായിട്ടുള്ള വേണുചേട്ടന്റെ ബന്ധം അനുസരിച്ച് വേണുചേട്ടനും സത്യൻ മാഷും ഈ ഒരു പാട്ട് പാടുമ്പോൾ സൈഡിലുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ ആ, രണ്ടുപേരും വളരെ അധികം മിടുക്ക് തീർച്ചയായിട്ടും കാണിക്കുന്നു. തീർച്ചയായിട്ടും. സത്യൻ മാഷാണ് ശ്രീനഗര shoe polish. ഷൂ പോളിഷ് ചെയ്തുകൊണ്ട് ആ പ്രോപ്പർട്ടി എങ്ങനെ യൂസ് ചെയ്യുന്നത് ശ്രീനഗരത്തിലെ. അപ്പൊ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് അതേപോലെ അപ്പുറത്തൊരു വള്ളിയോ ഒരു ചെടിയോ ഉണ്ടെങ്കിൽ അതൊരു പാട്ടിനൊരു അർഹതയായിട്ട് ആ തോന്നുന്നു. അത് പാട്ട് പാടാൻ വേണ്ടിയല്ല, അത് ബിഹേവ് ചെയ്യാണെന്ന് നമുക്ക് ആ തോന്നും. ബിഹേവിയർ ഇതിനും ഈ പരിധിയില്ല. നീലമല പൂങ്കൊയില് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇത് പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു അയ്യാ കണ്ണാടിപ്പുഴയിൽ വിരിയണ കുളിരല പോലെ, പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു അയ്യാ കണ്ണാടിപ്പുഴയിൽ വിരിയണ കുളിരല പോലെ. അത് നമ്മൾ ഇന്ന് ഓർത്തിരിക്കുന്ന ആ സീൻ മേനകമായിട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. തീർച്ചയായിട്ടും ഗുരുജി ഒരു വാക്ക്. പൊന്നും ഗുരുജി ഒരു വാക്ക്. ഒരു വാക്ക് അല്ലേ? രാജൻ ശങ്കരാടി എന്ന് അതെ, പറയുന്ന ഗുരുജി ഒരു വാക്ക്. ഗുരുജി ഒരു വാക്കാണ്. അതെ ജനിമാഷ സംഗീതം. ജെറി മാഷ് സംഗീതം. ജെറി മാഷ് സംഗീതം. പാട്ട് ആസ്വദിക്കുന്ന ആളായിട്ട് അഭിനയിക്കുന്നതോ ഹിസൈൻ അബ്ദുള്ളയില് മോഹൻലാല് ദാസേട്ടന്റെ ആ ശബ്ദത്തിൽ പാടുന്നു, അല്ലെങ്കിൽ MG ശ്രീകുമാറിന്റെ ശബ്ദത്തിൽ പാടുന്നു. ഇത് ആസ്വദിക്കുന്ന ആ മഹാരാജാവായിട്ടിരിക്കുമ്പോൾ അതിന്റെ ആ താളം അതെങ്ങനെയുണ്ട് നമുക്ക് അതെ, അതെ. ആ സംഗീതത്തിന് എലിവേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻ ആ മഹാരാജാവ് ഇതിൽ പൂർണ്ണമായിട്ടും ചിത്രത്തിലോ അത് സംഗീതം ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ഈ കഥ മുഴുവൻ പറഞ്ഞ ശേഷം പാട്ട് പാടുമ്പം അതെ ദുഃഖമുണ്ട്, വിട്ടുപിരിഞ്ഞ് പോവാന്ന് അറിയുന്നുണ്ട്. ആ സമയത്തും മൃദംഗം വായിക്കാനിരിക്കുമ്പോഴൊക്കെ ഒരുപാട് ഇനി വേറൊരു കാര്യം, അതിനെക്കുറിച്ച് എനിക്ക് മാഷിനോട് ചോദിക്കാൻ താല്പര്യമുണ്ട്. അതായത് ലോകത്ത് ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒരു കാര്യം ചിത്രത്തിൽ പ്രിയദർശൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി വേണുചേട്ടൻ വന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ മൃദംഗം അടിച്ചുകൊണ്ട് ഇങ്ങനെ രണ്ടും കൂടെ ചെയ്തിട്ട് ആരും പാട്ട് പാടിയിട്ടില്ല, പാടാറില്ല. വേണുചേട്ടൻ അതിൽ ചെയ്തിരിക്കുകയാണ്, തീർച്ചയായിട്ടും. ഇല്ലേ? അതെ, കറക്റ്റ്. അത് മൃദംഗം അടിക്കുകയും ചെയ്യുന്നുണ്ട്, പാട്ടും പാടുന്നുണ്ട്. പക്ഷേ അത് ഇതിപ്പോ പറഞ്ഞപ്പോഴാട്ടോ ശ്രദ്ധിച്ചത്. ആ. അത് ഇച്ചിരി കളിയാ. പിന്നെ അയ്യോ, അത് പറഞ്ഞപ്പോഴല്ലേ ശ്രദ്ധിച്ചത്. അതെ 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 അത് അതിൽ പ്രിയനും നമ്മൾ കൈയടി കൊടുക്കണം, വേണുചേട്ടനും കൈയടി കൊടുക്കണം. അതെ, അതെ, അതെ. അതെ അതല്ലേ? ഇപ്പൊ ഈ മൃദംഗത്തിന്റെ ഒരു അറിവ് പുതിയത് പറഞ്ഞതുകൊണ്ട് വെറുതെ ഒരു കാര്യം, ഈ ദേവസഭാതലം എന്ന് പറയുന്ന പാട്ടില് വേണുചേട്ടനിടയിലൊരു 2 വരി പാടുന്നുണ്ടല്ലോ. അത് സുജിത് എന്ന് പറയുന്ന ഒരാളാണ് പാടിയിരിക്കുന്നത്. അതാണ് മ്യൂസിക് ഡയറക്ടർ ശരത് സാറ് അല്ലേ? അത് പറയുമ്പോൾ വേണുചേട്ടന്റെ ഒരു ക്യാരക്ടർ, അതായത് അക്കരെ നിന്നൊരു മാരൻ,
AP തങ്കപ്പൻ നായർ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. എൻ്റെ കഥയാണത്. ശ്രീനിവാസന്റെ തിരക്കഥാ സംഭാഷണം. ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. ഡിസ്ട്രിബ്യൂട്ടർ എവർഷൻ ചെട്ടിയാർ സാർ പറഞ്ഞു ഒരു പാട്ട് കൂടെ വേണം. ആ ഡിസ്ട്രിബ്യൂട്ടർ അതെല്ലാം ഓക്കെ, ഒരു പാട്ട് കണ്ടിപ്പാ വേണം. എന്ത് ചെയ്യും? റിലീസ് ഡേറ്റ് തീരുമാനിച്ചു. പ്രിയൻ പറഞ്ഞു, പ്രിയനെ വിളിച്ചു. പ്രിയൻ ചെന്നൈയിലുണ്ട്. എല്ലാവരും വിളിച്ചോ, ഒറ്റ ദിവസം കൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്യണം, അന്ന് വൈകുന്നേരം കൊണ്ട് ഷൂട്ട് ചെയ്യണം. ആര് പാട്ട് എഴുതും? ഇനിയിപ്പോൾ പെട്ടെന്ന് പാട്ട് എഴുതാൻ പറഞ്ഞാൽ ആരെഴുതും? പ്രിയൻ്റെ അടുത്ത് പറഞ്ഞു പ്രിയൻ എഴുതിക്കോ. പ്രിയൻ എഴുതി. കണ്ണൂർ രാജൻ സാറിൻ്റെ സംഗീതം. അവിടെ തൊട്ടടുത്ത് നമ്മുടെ ഇന്നത്തെ ശരത് ഉണ്ട്, അവിടെ ഉണ്ട്. അന്ന് സുജിത്തുണ്ട്, ബ്രഹ്മാനന്ദൻ ചേട്ടനുണ്ട്, നമ്മുടെ സതീഷ് ബാബു ഉണ്ട്. ആ പാട്ട് അമ്മാവനെ കളിയാക്കിക്കൊണ്ട് ഞങ്ങൾ 3 പേരും കൂടെ പാടുന്ന പാട്ടാണ്. പാട്ടൊന്ന് പാടാമോ? 5.5 ഏക്കറട് തട്ടിക്കാൻ നോക്കണ്ട നീ, അക്കരെ നിന്നൊരു മാരനെ കൊണ്ടെന്ന് ആളാകാൻ നോക്കണ്ട നീ തങ്കപ്പാ. 5.5 ഏക്കറട് തട്ടിക്കാൻ നോക്കണ്ട നീ, അക്കരെ നിന്നൊരു മാരനെ കൊണ്ടെന്ന് ആളാകാൻ നോക്കണ്ട നീ തങ്കപ്പാ അമ്മാവാ. ഇതെന്തൊരു മീറ്ററല്ലേ? ഗംഭീരായിട്ട്. അല്ല, ഞാൻ പറയുന്നത് എന്താ അറിയാം, ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ എവിടെയും വായിക്കാത്ത, ഇതുവരെ ഒരു ചരിത്രത്തിലും അടയാളപ്പെടുത്താത്ത ചില സംഭവങ്ങൾ അനുഭവങ്ങളായിട്ട് വരുമ്പോഴേ ആർക്കും അറിയാത്ത ആർക്കും അറിയാത്ത, ഇനി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം മാഷ് ചെയ്യണം.